ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ തിരുവൈരാണികുളത്ത് പോയ വിശേഷങ്ങളാണ് കേട്ടോ. ഞങ്ങൾ പോയത് ആലുവയിൽ നിന്നാണ്, KSRTC ബസ്സിലാണ് പോയത്. അപ്പോൾ അവിടെ അമ്പലത്തിലേക്ക് ഒരുപാട് ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു. തിരക്കൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ അത്ര പെട്ടെന്നൊന്നും ബസ് കിട്ടില്ലെന്ന്. പക്ഷെ ഒരു ബസ്സിൽ തന്നെ അവർ കംപ്ലീറ്റ് ആൾക്കാരെ ഒരുവിധം കയറ്റി കഴിയുമ്പോൾ അപ്പം തന്നെ പുറകിൽ അടുത്ത ബസ് കൊണ്ടിടുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഇരുന്ന് പോകാൻ സാധിച്ചു കേട്ടോ. അങ്ങനെ അമ്പലത്തിലേക്ക് ഞങ്ങൾ കയറുന്നതിന് മുന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കയറിയത്. കാരണം ഒരുപാട് ക്യൂ ഒക്കെ നിൽക്കണമല്ലോ, പിള്ളേർക്കൊക്കെ വിശക്കുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കഴിച്ചിട്ടാണ് കയറിയത്. അപ്പം നമുക്ക് ഹോട്ടൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഹോട്ടലാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളൊരു വ്യാഴാഴ്ചയൊക്കെ ആയപ്പോഴാണ് പോയത്. അങ്ങനെ അമ്പലത്തിൽ ദർശനത്തിനുള്ള ക്യൂവിലൊക്കെ കയറുമ്പോൾ ഒരു 11 മണിയൊക്കെ ആയി കാണും. ആ ടൈമിൽ അത്ര അധികം അങ്ങോട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ക്യൂ നിന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ അമ്പലത്തിനകത്തൊക്കെ കയറി. പിന്നെ അവിടെ ദേവിക്ക് പറ നിറയ്ക്കാനും ശിവൻ്റെ നടയിൽ എള്ളിൻ്റെ പറയാണ് കേട്ടോ നിറയ്ക്കണത്. എള്ളുപറ രോഗശാന്തിക്കും പിന്നെ ദേവിക്ക് മഞ്ഞൾപ്പറയാണ് കേട്ടോ നിറയ്ക്കണേ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കുട്ടികൾക്ക് നാവൂറ് പഠിപ്പിക്കാനിരുത്തി കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ദൃഷ്ടിദോഷമൊക്കെ മാറുമെന്നാണല്ലോ പറയണത്. ഞങ്ങൾ വിചാരിച്ച സമയത്തിനേലും മുന്നേ തന്നെ തൊഴുത് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ അന്നദാനത്തിനുള്ള ക്യൂവിലാണ് കയറിയത്. അവിടെ നമ്മൾ അധികം നേരമൊന്നും ക്യൂ നിന്നില്ല. ക്യൂ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണതായതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അന്നദാനത്തിൻ്റെ അവിടെ നിന്നും നമ്മൾ ഇറങ്ങി. കഞ്ഞിയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സ്റ്റോളൊക്കെ ഒരുപാടുണ്ട്. അധികം റേറ്റൊന്നുമില്ല, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ നമ്മൾ അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങി വേഗം തന്നെ ഞങ്ങൾ പിന്നെ ബസ് കയറാൻ പോയിട്ടാണ്. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പോണ സമയത്താണ് കേട്ടോ നമുക്ക് ബസ്സിൽ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.